നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, അൾട്ടിമേറ്റ് വിന്നറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുത്ത ചില ആനുകാലിക സംഭവങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഏത് ലോകപ്രശസ്ത നിർമ്മിതിയിലെ അംശമായ ലോഹഭാഗമാണ് 2024 പാരീസ് ഒളിമ്പിക്സ് വിജയികളാകുന്നവർക്ക് നൽകുന്ന മെഡലുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഈഫൽ ടവർ, പാരീസ്. 2024 ഒളിമ്പിക്സ് നടന്ന നഗരം ഫ്രാൻസിലെ പാരീസാണ്. പാരീസിലാണ് ഈഫൽ ടവർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ആ ഈഫൽ ടവറിൻ്റെ അംശമായ ലോഹമാണ് പാരീസ് ഒളിമ്പിക്സിൽ വിജയികളാകുന്നവർക്ക് നൽകുന്ന മെഡലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈഫൽ ടവറിൻ്റെ അംശമാണ്. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തുന്ന ആദ്യ യൂറോപ്യൻ ടീമാണ് എസ്റ്റോണിയ. എസ്റ്റോണിയയാണ് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തുന്ന ആദ്യ യൂറോപ്യൻ ടീം. അപ്പോൾ ഏതാണ്? എസ്റ്റോണിയ. എസ്റ്റോണിയയാണ് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തിയത്. 2024 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഖത്തറാണ്. 2024 ഏഷ്യ കപ്പ് ഫുട്ബോൾ കിരീടം ചാമ്പ്യന്മാർ ആരാണ്? ഖത്തറാണ് 2024 ഏഷ്യ കപ്പ് ഫുട്ബോളിൻ്റെ കിരീടം നേടിയത്. 2024 അണ്ടർ 19 വനിതാ സാഫ് ചാമ്പ്യൻഷിപ്പിൽ സംയുക്തമായി ജേതാക്കളായതാരൊക്കെയാണ്? ഇന്ത്യയും ബംഗ്ലാദേശുമാണ്. അണ്ടർ 19 വനിതാ സാഫ് ചാമ്പ്യൻഷിപ്പിൽ സംയുക്തമായി ജേതാക്കളായതാരാണ്? ഇന്ത്യയും ബംഗ്ലാദേശുമാണ്. 2024 അണ്ടർ 19 വനിതാ സാഫ് ചാമ്പ്യൻഷിപ്പിൽ സംയുക്തമായി ജേതാക്കളായത് ഇന്ത്യയും ബംഗ്ലാദേശും. അപ്പോൾ നമുക്ക് ഈ സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. ഏത് ലോക പ്രശസ്ത നിർമ്മിതിയിലെ അംശമായ ലോഹഭാഗമാണ് 2024 പാരീസ് ഒളിമ്പിക്സ് വിജയികളാകുന്നവർക്ക് നൽകുന്ന മെഡലുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഈഫൽ ടവർ, പാരീസ്. ഈഫൽ ടവർ എവിടെയാണ്? പാരീസിലാണ്. പാരീസ് ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്? ഫ്രാൻസിൻ്റെ തലസ്ഥാനമാണ് പാരീസ്. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തുന്ന ആദ്യത്തെ യൂറോപ്യൻ ടീമാണ് എസ്റ്റോണിയ. എസ്റ്റോണിയയാണ് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തിയത്. 2024 ഏഷ്യ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ഏത് രാജ്യമാണ്? ഖത്തറാണ് 2024 ഏഷ്യ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത്. ഏത് രാജ്യമാണ്? ഖത്തറാണ് 2024 ഏഷ്യ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത്. 2024 അണ്ടർ 19 വനിതാ സാഫ് ചാമ്പ്യൻഷിപ്പിൽ സംയുക്തമായി ജേതാക്കളായതാരാണ്? ഇന്ത്യയും ബംഗ്ലാദേശുമാണ് 2024 അണ്ടർ 19 വനിതാ സാഫ് ചാമ്പ്യൻഷിപ്പിൽ സംയുക്തമായി ജേതാക്കളായത്. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൽ ജേതാക്കളായത് ഇന്ത്യൻ ആർമിയാണ്. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൽ ജേതാക്കൾ ആയത്. അപ്പോൾ 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൽ ജേതാക്കളായത് ആരാണ്? ഇന്ത്യൻ ആർമിയാണ് 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൽ ജേതാക്കളായത്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ദത്താജി റാവു ഗെയ്ക്വാദ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ദത്താജി റാവു ഗെയ്ക്വാദ് ഏതിനവുമാണ്? ക്രിക്കറ്റ്. പുള്ളി ഒരു ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു. പുള്ളി എന്നാണ് അന്തരിച്ചത്? 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ദത്താജി റാവു ഗെയ്ക്വാദ് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ആളായിരുന്നു. ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരമാണ് ആശാ ശോഭന. അപ്പോൾ ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ആരാണ്? ആശാ ശോഭനയാണ് ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരം. ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബൗളറാണ് രവിചന്ദ്ര അശ്വൻ.
രവിചന്ദ്ര അശ്വിനാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബൗളർ. അപ്പോൾ ഒന്നാമത്തെ ഇന്ത്യൻ ബൗളർ ആരാണ്? അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ ക്രിക്കറ്റർ ആരാണെന്ന് അറിയാവുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബൗളറാണ് രവിചന്ദ്ര അശ്വിൻ. രവിചന്ദ്ര അശ്വിനാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബൗളർ. അപ്പം നമുക്ക് ഈ സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൽ ജേതാക്കളായത് ഇന്ത്യൻ ആർമിയാണ്. ഖേലോ ഇന്ത്യക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൽ ജേതാക്കളായത് ആരാണ്? ഇന്ത്യൻ ആർമി. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച ദത്താജി റാവു ഗെയ്ക്വാദ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു ദത്താജി റാവു ഗെയ്ക്വാദ്. ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരമാണ് ആശാ ശോഭന. ആശാ ശോഭനയാണ് ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ഇന്ത്യൻ താരം. ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബൗളറാണ് രവിചന്ദ്ര അശ്വിൻ. രവിചന്ദ്ര അശ്വിനാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ ബൗളർ. BCCIയുടെ 2022-2023 മികച്ച വനിതാ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള അവാർഡിന് അർഹയായത് ദീപ്തി ശർമ്മയാണ്. ദീപ്തി ശർമ്മയാണ് BCCIയുടെ 2022-2023 മികച്ച വനിതാ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള അവാർഡിന് അർഹയായത്. അപ്പോൾ ആരാണ്? ദീപ്തി ശർമ്മ. ദീപ്തി ശർമ്മ. ദീപ്തി ശർമ്മയാണ് BCCIയുടെ 2022-2023 മികച്ച വനിതാ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള അവാർഡിന് അർഹയായത്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡൻ്റായി നിയമിതനായതാരാണ്? ജയ്ഷയാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായി നിയമിതനായത്. ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ മകനാണ് ശ്രീമാൻ ജയ്ഷ. അദ്ദേഹം ഇപ്പോൾ ICCയുടെ തലവനായി നിയമിതനാകാൻ പോവുകയാണ്. ഉടൻ തന്നെ അദ്ദേഹം ICCയുടെ തലവനായി നിയമിതനാകും. അപ്പോൾ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായി നിയമിതനായതാരാണ്? ജയ്ഷയാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായി നിയമിതനായത്. ആർച്ചറി ഏഷ്യ കപ്പ് 2024 ജേതാക്കളായതാരാണ്? ഇന്ത്യയാണ്. ആർച്ചറി എന്ന് പറഞ്ഞാൽ അമ്പെയ്ത്ത് ആർച്ചറിയിൽ ഏഷ്യ കപ്പിൽ 2024 ജേതാക്കളായതാരാണ്? ഇന്ത്യയാണ് ആർച്ചറി ഏഷ്യ കപ്പ് 2024 ജേതാക്കളായത്. ജാവലിനിൽ 90 മീറ്റർ കടക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി 19കാരനായ ജർമ്മൻ താരം മാക്സ് ഡെനിങ് ആണ് ജാവലിനിൽ 90 മീറ്റർ കടക്കുന്ന ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായത്. അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രയാണ്? 19 വയസ്സുകാരനായ ജർമ്മൻ താരം മാക്സ് ഡെനിങ് ആണ് ഈ നേട്ടത്തിന് അർഹനായത്. അപ്പോൾ ജാവലിനിൽ 90 മീറ്റർ കടക്കുന്ന ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാരാണ്? മാക്സ് ഡെനിങ് ആണ്. അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രയാണ്? 19 വയസ്സാണ് മാക്സ് ഡെനിങ്ങിന്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൻ്റെ സംസ്ഥാന ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരമാരാണ്? ശുഭ്മാൻ ഗില്ലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബ് സംസ്ഥാനത്തിൻ്റെ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം. ആരാണ്? ശുഭ്മാൻ ഗില്ലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൻ്റെ സംസ്ഥാന ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം. അപ്പോൾ ഈ സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. BCCIയുടെ 2022-2023 മികച്ച വനിതാ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരത്തിനുള്ള അവാർഡിന് അർഹയായതാരാണ്? ദീപ്തി ശർമ്മ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡൻ്റായി നിയമിതനായത് ജയ്ഷയാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡൻ്റായി നിയമിതനായത്. ആർച്ചറി ഏഷ്യ കപ്പ് 2024 ജേതാക്കളായതാരാണ്? ഇന്ത്യയാണ് ആർച്ചറി ഏഷ്യ കപ്പ് 2024 ജേതാക്കളായത്. ജാവലിനിൽ 90 മീറ്റർ കടക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി 19കാരനായ ജർമ്മൻ താരം മാക്സ് ഡെനിങ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൻ്റെ സംസ്ഥാന ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരമാണ് ശുഭ്മാൻ ഗിൽ. ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്ററെ തോൽപ്പിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി
അശ്വത് കൗശിക്. അപ്പോൾ ഒരു ചെസ്സിൽ ഒരു ഗ്രാൻഡ് മാസ്റ്ററെ തോൽപ്പിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? അശ്വത് കൗശിക്. അശ്വത് കൗശിക്കാണ് ചെസ്സിൽ ഒരു ഗ്രാൻഡ് മാസ്റ്ററെ തോൽപ്പിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. ഒരുപക്ഷെ PSC ഇങ്ങനെ ചോദിക്കാം, അശ്വത് കൗശിക് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് മാസ്റ്ററെ തോൽപ്പിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്, അശ്വത് കൗശിക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ PSC തിരിച്ചും മറിച്ചും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെസ്സിൽ ഒരു ഗ്രാൻഡ് മാസ്റ്ററെ തോൽപ്പിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് അശ്വത് കൗശിക്. ഏഷ്യൻ ബാഡ്മിൻ്റൺ ടീം ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ തായ്ലൻഡിനെ തോൽപ്പിച്ച് ഇന്ത്യൻ വനിതകൾ ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ ജേതാക്കളായി. അപ്പോൾ ഏഷ്യൻ ബാഡ്മിൻ്റൺ ടീം ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ ആരെയാണ് ഇന്ത്യ തോൽപ്പിച്ചത്? തായ്ലൻഡിനെ. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ സ്വർണ്ണ മെഡൽ ജേതാക്കളായി. അപ്പോൾ ഏഷ്യൻ ബാഡ്മിൻ്റൺ ടീം ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ തായ്ലൻഡിനെ തോൽപ്പിച്ച് ഇന്ത്യൻ വനിതകൾ ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ ജേതാക്കളായി. ഏഷ്യൻ ബാഡ്മിൻ്റൺ ടീം ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ ജേതാക്കളായത് ആരാണ്? ഇന്ത്യയാണ് വനിതകളുടെ ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയത്. 2023-2024 വർഷത്തെ കേരള പ്രീമിയർ ലീഗ് കിരീടത്തിൻ്റെ ജേതാക്കൾ ആരാണ്? കേരള യുണൈറ്റഡ് ആണ് 2023-2024 വർഷത്തെ കേരള പ്രീമിയർ ലീഗ് കിരീട ജേതാക്കളായത്. ആരാണ്? കേരള യുണൈറ്റഡ് ആണ് 2023-2024 വർഷത്തെ കേരള പ്രീമിയർ ലീഗ് കിരീട ജേതാക്കൾ. കേരള സന്തോഷ് ട്രോഫി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? നിജോ ഗിൽബർട്ടാണ് കേരള സന്തോഷ് ട്രോഫി ടീമിൻ്റെ ക്യാപ്റ്റൻ. ആരാണ്? നിജോ ഗിൽബർട്ടാണ് കേരള സന്തോഷ് ട്രോഫി ടീമിൻ്റെ ക്യാപ്റ്റൻ. അപ്പോൾ നമുക്ക് ഈ സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. ചെസ്സിൽ ഒരു ഗ്രാൻഡ് മാസ്റ്ററെ തോൽപ്പിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് അശ്വത് കൗശിക്. ഏഷ്യൻ ബാഡ്മിൻ്റൺ ടീം ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ തായ്ലൻഡിനെ തോൽപ്പിച്ച് ഇന്ത്യൻ വനിതകൾ ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ ജേതാക്കളായി. 2023-2024 വർഷത്തെ കേരള പ്രീമിയർ ലീഗ് കിരീട ജേതാക്കളാണ് കേരള യുണൈറ്റഡ്. കേരള സന്തോഷ് ട്രോഫി ടീമിൻ്റെ ക്യാപ്റ്റനായി നിയമിതനായത് നിജോ ഗിൽബർട്ടാണ് കേരള സന്തോഷ് ട്രോഫി ടീമിൻ്റെ ക്യാപ്റ്റനായി നിയമിതനായത്. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഗുൽമാർഗിലുമാണ് 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദി. ഗുൽമാർഗ്. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഗുൽമാർഗിലാണ് 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദി. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് മഹാരാഷ്ട്രയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ആരാണ്? മഹാരാഷ്ട്രയാണ് ചാമ്പ്യന്മാരായത്. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് മഹാരാഷ്ട്ര. ആമസോൺ മഴക്കാടിൻ്റെ ഹൃദയഭാഗത്ത് കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പാണ് നോർത്തേൺ ഗ്രീൻ അനാക്കോണ്ട. ആമസോൺ മഴക്കാടിൻ്റെ ഹൃദയഭാഗത്ത് നിന്നും കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പാണ് നോർത്തേൺ ഗ്രീൻ അനാക്കോണ്ടയാണ് ആമസോൺ മഴക്കാടിൻ്റെ ഹൃദയഭാഗത്ത് നിന്നും കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് നോർത്തേൺ ഗ്രീൻ അനാക്കോണ്ട. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേയ്സ്. അപ്പോൾ സമുദ്രത്തെയും അന്തരീക്ഷത്തെയും പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? പേയ്സ് ആണ് സമുദ്രത്തെയും അന്തരീക്ഷത്തെയും കുറിച്ച് പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹം. അപ്പോൾ ഈ സ്ലൈഡ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ വേദി ഗുൽമാർഗ്. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൻ്റെ കിരീടം നേടിയത് മഹാരാഷ്ട്ര. ആമസോൺ മഴക്കാടിൻ്റെ ഹൃദയഭാഗത്ത് കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് നോർത്തേൺ ഗ്രീൻ അനാക്കോണ്ട. സമുദ്രത്തെയും അന്തരീക്ഷത്തെയും പഠിക്കാനായി നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പേയ്സ്. ബഹിരാകാശത്തു നിന്ന് നേരിട്ട് സ്മാർട്ട് ഫോണുകളിലേക്ക് ഫോൺ സിഗ്നലുകൾ ചെയ്യാൻ കഴിയുന്ന സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ ആരുടേതാണ്? സ്പേസ് എക്സിൻ്റേതാണ്.
ബഹിരാകാശത്തു നിന്ന് നേരിട്ട് സ്മാർട്ട് ഫോണുകളിലേക്ക് ഫോൺ സിഗ്നലുകൾ ചെയ്യാൻ കഴിയുന്ന സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ സ്പേസ് എക്സിൻ്റേതാണ്. സ്പേസ് എക്സിൻ്റെ CEO ആരാണ്? ഇലോൺ മസ്കിൻ്റെയാണ് സ്പേസ് എക്സ്. ബഹിരാകാശത്ത് നിന്ന് നേരിട്ട് സ്മാർട്ട് ഫോണുകളിലേക്ക് ഫോൺ സിഗ്നലുകൾ ചെയ്യാൻ കഴിയുന്ന സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ സ്പേസ് എക്സിൻ്റേത് ആണ്. ജിമെയിലിന് ബദലായി ഇലോൺ മസ്ക് പ്രഖ്യാപിച്ച സംവിധാനമാണ് എക്സ്മെയിൽ ആണ്. ജിമെയിലിന് ബദലായി ഇലോൺ മസ്ക് പ്രഖ്യാപിച്ച സംവിധാനം എന്താണ്? എക്സ്മെയിൽ. ചാറ്റ് GPT നിർമ്മാതാക്കളായ ഓപ്പൺ AI അവതരിപ്പിച്ച ടെക്സ്റ്റ് ടു വീഡിയോ ജനറേറ്റിംഗ് മോഡലാണ് സോറയാണ്. ചാറ്റ് GPT നിർമ്മാതാക്കളായ ഓപ്പൺ AI അവതരിപ്പിച്ച ടെക്സ്റ്റ് ടു വീഡിയോ ജനറേറ്റിംഗ് മോഡൽ ഏതാണ്? സോറയാണ്. ചാറ്റ് GTP നിർമ്മാതാക്കളായ ഓപ്പൺ AI അവതരിപ്പിച്ച ടെക്സ്റ്റ് ടു വീഡിയോ ജനറേറ്റിംഗ് മോഡൽ സോറ. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയതാരാണ്? ഷഹബാസ് ഷെരീഫാണ് പാകിസ്ഥാൻ്റെ പുതിയ പ്രധാനമന്ത്രി. അപ്പോൾ പാകിസ്ഥാൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ഷഹബാസ് ഷെരീഫ്. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയൊക്കെ PSCക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാകിസ്ഥാൻ്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ഷഹബാസ് ഷെരീഫാണ് പാകിസ്ഥാൻ്റെ പുതിയ പ്രധാനമന്ത്രി. നമുക്ക് ഈ സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. ബഹിരാകാശത്ത് നിന്ന് നേരിട്ട് സ്മാർട്ട് ഫോണുകളിലേക്ക് ഫോൺ സിഗ്നലുകൾ ചെയ്യാൻ കഴിയുന്ന സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ ആരുടേതാണ്? സ്പേസ് എക്സിൻ്റെ CEO ആരാണ്? എലോൺ മസ്ക് ആണ് സ്പേസ് എക്സിൻ്റെ CEO. ജിമെയിലിന് ബദലായി എലോൺ മസ്ക് പ്രഖ്യാപിച്ച സംവിധാനമാണ് എക്സ്മെയിൽ ആണ് ജിമെയിലിന് ബദലായിട്ട് എലോൺ മസ്ക് പ്രഖ്യാപിച്ച പുതിയ സംവിധാനം. ചാറ്റ് GPT നിർമ്മാതാക്കളായ ഓപ്പൺ AI അവതരിപ്പിച്ച ടെക്സ്റ്റ് ടു വീഡിയോ ജനറേറ്റിംഗ് മോഡലാണ് സോറയാണ്. ചാറ്റ് GPT നിർമ്മാതാക്കളായ ഓപ്പൺ AI അവതരിപ്പിച്ച ടെക്സ്റ്റ് ടു വീഡിയോ ജനറേറ്റിംഗ് മോഡൽ. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയതാരാണ്? ഷഹബാസ് ഷെരീഫാണ് പാകിസ്ഥാൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ എത്തിയത്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ ദിവസം ചിലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് നേടിയത് ഒലെഗ് കൊനങ്കോയാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ ദിവസം ചിലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് നേടിയത്. ഇതിനു മുമ്പ് ആരായിരുന്നെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ ദിവസം ചിലവഴിച്ച വ്യക്തി ആരാണ്? ഒലെഗ് കൊനങ്കോയാണ് ഇപ്പോൾ നിലവിൽ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ ദിവസം ചിലവഴിച്ച വ്യക്തി. റഷ്യൻ സായുധ സേനയെ അപകീർത്തിപ്പെടുത്തി എന്ന കുറ്റത്തിന് തടവ് ശിക്ഷ ലഭിച്ച മനുഷ്യാവകാശ പ്രവർത്തകനാണ് ഒലേഗ് ഒർലോവ് ആണ് റഷ്യൻ സായുധ സേനയെ അപകീർത്തിപ്പെടുത്തി എന്ന കുറ്റത്തിന് തടവ് ശിക്ഷ ലഭിച്ച മനുഷ്യാവകാശ പ്രവർത്തകൻ. ഒലേഗ് ഒർലോവ് ആണ് റഷ്യൻ സായുധ സേനയെ അപകീർത്തിപ്പെടുത്തി എന്ന കുറ്റത്തിന് തടവ് ശിക്ഷ ലഭിച്ച മനുഷ്യാവകാശ പ്രവർത്തകൻ. 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച ഹംഗറിയുടെ പ്രസിഡൻ്റാണ് കാതലിൻ നൊവാക്കാണ് 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച ഹംഗറിയുടെ പ്രസിഡന്റ്. അപ്പോൾ 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച ഹംഗറിയുടെ പ്രസിഡന്റ് ആരാണ്? കാതലിൻ നൊവാക്കാണ് 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച ഹംഗറിയുടെ പ്രസിഡന്റ്. കാതലിൻ നൊവാക്ക്. ഔദ്യോഗിക രേഖകൾ പരസ്യമാക്കിയ കേസിൽ 10 വർഷം കഠിന തടവിന് പാകിസ്ഥാൻ കോടതി ശിക്ഷിച്ച മുൻ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻഖാനെയാണ് ഔദ്യോഗിക രേഖകൾ പരസ്യമാക്കിയെന്ന കേസിൽ 10 വർഷം കഠിന തടവിന് പാകിസ്ഥാൻ കോടതി ശിക്ഷിച്ചത്. അപ്പോൾ ഔദ്യോഗിക രേഖകൾ പരസ്യമാക്കിയെന്ന കുറ്റമാണ് അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിച്ചിരിക്കുന്നത്. അപ്പോൾ ഔദ്യോഗിക രേഖകൾ പരസ്യമാക്കിയ കേസിൽ 10 വർഷം കഠിന തടവിന് പാകിസ്ഥാൻ കോടതി ശിക്ഷ വിധിച്ച മുൻ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻഖാൻ. അപ്പോൾ ഈ സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ ദിവസം ചിലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് നേടിയതാരാണ്? ഒലെഗ് കൊനൻകോ. റഷ്യൻ സായുധ സേനയെ അപകീർത്തിപ്പെടുത്തി എന്ന കുറ്റത്തിന് തടവ് ശിക്ഷ ലഭിച്ച മനുഷ്യാവകാശ പ്രവർത്തകനാണ് ഒലേഗ് ഓർലോവ്. 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച
ഹംഗറിയുടെ പ്രസിഡൻ്റാണ് കാതലിൻ നൊവാക്ക്. ഔദ്യോഗിക രേഖകൾ പരസ്യമാക്കിയ കേസിൽ 10 വർഷം കഠിന തടവിന് പാകിസ്ഥാൻ കോടതി ശിക്ഷിച്ച മുൻ പ്രധാനമന്ത്രിയാണ് ഇമ്രാൻഖാൻ. ഗർഭഛിദ്രം സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശമാക്കാനുള്ള ബില്ലിന് 2024 ഫെബ്രുവരിയിൽ സെനറ്റിൻ്റെ അംഗീകാരം നേടിയ യൂറോപ്യൻ രാജ്യമാണ് ഫ്രാൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഗർഭഛിദ്രം സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശമാക്കാനുള്ള ബില്ലിന് 2024 ഫെബ്രുവരിയിൽ സെനറ്റിൻ്റെ അംഗീകാരം നേടിയ യൂറോപ്യൻ രാജ്യമേതാണ്? ഫ്രാൻസാണ്. ഗർഭഛിദ്രം സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശമാക്കാനുള്ള ബില്ലിന് 2024 ഫെബ്രുവരിയിൽ സെനറ്റിൻ്റെ അംഗീകാരം നേടിയ യൂറോപ്യൻ രാജ്യം ഫ്രാൻസ്. 2024 ഫെബ്രുവരിയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് പെറു. എന്തുകൊണ്ടാണ് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഡെങ്കിപ്പനി പിടിച്ച സാഹചര്യത്തിലായിരുന്നു. 2024 ഫെബ്രുവരിയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് പെറു. എന്തുകൊണ്ടാണ്? ഡെങ്കിപ്പനി പടരുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ലോകത്ത് ആദ്യമായി തടി കൊണ്ട് നിർമ്മിച്ച സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യമാണ് ജപ്പാനാണ് ലോകത്ത് ആദ്യമായി തടി കൊണ്ട് നിർമ്മിച്ച സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യം. ഏതാണ്? ജപ്പാനാണ് ലോകത്ത് ആദ്യമായി തടി കൊണ്ട് നിർമ്മിച്ച സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യം. ആരാണ്? ജപ്പാൻ. 2024 ഫെബ്രുവരിയിൽ സ്വവർഗ വിവാഹം നിയമാനുസൃതമാക്കിയ രാജ്യമാണ് ഗ്രീസ്. എവിടെയാണ്? യൂറോപ്പിലാണ്. അപ്പോൾ 2024 ഫെബ്രുവരിയിൽ സ്വവർഗ വിവാഹം നിയമാനുസൃതമാക്കിയ രാജ്യമാണ് ഗ്രീസാണ്. 2024 ഫെബ്രുവരിയിൽ സ്വവർഗ വിവാഹം നിയമാനുസൃതമാക്കിയത് ഏത് രാജ്യമാണ്? ഗ്രീസ്. അപ്പോൾ സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. ഗർഭഛിദ്രം സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശമാക്കാനുള്ള ബില്ലിന് 2024 ഫെബ്രുവരിയിൽ സെനറ്റിൻ്റെ അംഗീകാരം നേടിയ യൂറോപ്യൻ രാജ്യമാണ് ഫ്രാൻസ്. 2024 ഫെബ്രുവരിയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് പെറു. എന്തുകൊണ്ടാണ്? ഡെങ്കിപ്പനി പടരുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഏത് രാജ്യമാണ്? പെറു. ലോകത്ത് ആദ്യമായി തടി കൊണ്ട് നിർമ്മിച്ച സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യമേതാണ്? ജപ്പാനാണ് ലോകത്ത് ആദ്യമായി തടി കൊണ്ട് നിർമ്മിച്ച സാറ്റലൈറ്റ് വിക്ഷേപിച്ച രാജ്യം ജപ്പാൻ. 2024 ഫെബ്രുവരിയിൽ സ്വവർഗ വിവാഹം നിയമാനുസൃതമാക്കിയ രാജ്യമാണ് ഗ്രീസാണ്. 2024 ഫെബ്രുവരിയിൽ സ്വവർഗ വിവാഹം നിയമാനുസൃതമാക്കിയ രാജ്യം. ജപ്പാനെ മറികടന്ന് മൂന്നാമത്തെ ലോക സാമ്പത്തിക ശക്തിയായി മാറിയത് ഏതാണ്? ജർമ്മനിയാണ് ജപ്പാനെ മറികടന്ന് മൂന്നാമത്തെ ലോക സാമ്പത്തിക ശക്തിയായി മാറിയത്. ഏത് രാജ്യമാണ്? ജർമ്മനിയാണ് ജപ്പാനെ മറികടന്ന് മൂന്നാമത്തെ ലോക സാമ്പത്തിക ശക്തിയായി മാറിയത്. ലോകത്തിലെ ആദ്യ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്നത് ദുബായിലാണ് ലോകത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്നത്. ലോകത്തിലെ ആദ്യത്തെ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ എവിടെയാണ്? ദുബായിലാണ് ലോകത്തിലെ ആദ്യത്തെ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്നത്. 2024 ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര സൗരോർജ്ജ സഖ്യത്തിൽ അംഗമായ രാജ്യമാണ് മാൾട്ടയാണ് 2024 ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര സൗരോർജ്ജ സഖ്യത്തിൽ അംഗമായ രാജ്യം. ഏത് രാജ്യമാണ്? മാൾട്ടയാണ് 2024 ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര സൗരോർജ്ജ സഖ്യത്തിൽ അംഗമായ രാജ്യം. പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞാൽ 5000 രൂപ പിഴയാണ്. ഇനി മുതൽ പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞാൽ എത്ര രൂപയാണ് പിഴ? 5000 രൂപയാണ് പൊതുസ്ഥലത്ത് ഇനി മുതൽ മാലിന്യം വലിച്ചെറിഞ്ഞാലുള്ള പിഴ. എത്രയാണ്? 5000. രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാത ഏതാണ്? T50 ആണ് രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ
തുരങ്കപാത. ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽ ലിങ്കിലാണ് ഈ തുരങ്കപാതയുള്ളത്. അപ്പോൾ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കപാത ഏതാണ്? T50 ആണ് രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാത. ഏതാണ്? T50 ആണ് രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാത. ഏതാണ്? T50. ഈ സ്ലൈഡ് നമുക്കൊന്നുകൂടെ നോക്കാം. ജപ്പാനെ മറികടന്ന് മൂന്നാമത്തെ ലോക സാമ്പത്തിക ശക്തിയായി മാറിയത് ഏത് രാജ്യമാണ്? ജർമ്മനിയാണ് ജപ്പാനെ മറികടന്ന് മൂന്നാമത്തെ ലോക സാമ്പത്തിക ശക്തിയായി മാറിയത്. ജർമ്മനി. ലോകത്തിലെ ആദ്യത്തെ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്നത് ദുബായിലാണ് ലോകത്തിലെ ആദ്യത്തെ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്നത്. 2024 ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര സൗരോർജ്ജ സഖ്യത്തിൽ അംഗമായ രാജ്യമാണ് മാൾട്ടയാണ് 2024 ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര സൗരോർജ്ജ സഖ്യത്തിൽ അംഗമായ രാജ്യം. പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞാൽ ഇനി മുതൽ 5000 രൂപയാണ് പിഴ. പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞാൽ എത്ര രൂപയാണ് പിഴ? 5000 രൂപയാണ് പിഴ. രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാത ഏതാണ്? T50 ആണ് രാജ്യത്തെ ഏറ്റവും നീളമുള്ള റെയിൽവേ തുരങ്കപാത. പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് എന്നാണ്? 2024 ജൂലൈ 1 മുതലാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2024 ജൂലൈ 1 മുതൽ. ഈ ബില്ല് ആദ്യമായി അവതരിപ്പിച്ചതെന്നാണ്? 2023 ഓഗസ്റ്റ് 11 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഈ ബില്ല് ആദ്യമായി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. അപ്പോൾ പുതിയ ക്രിമിനൽ നിയമങ്ങൾക്കുള്ള ബില്ല് ആദ്യമായി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണ്? അമിത്ഷാ എന്നാണ്. 2023 ഓഗസ്റ്റ് 11 ലോക്സഭ അംഗീകരിച്ചതെന്നാണ്? 2023 ഡിസംബർ 20 ലോക്സഭ ഈ ബില്ല് അംഗീകരിച്ചത്. രാജ്യസഭ അംഗീകരിച്ചതെന്നാണ്? 2023 ഡിസംബർ 21 തൊട്ടടുത്ത ദിവസം തന്നെ രാജ്യസഭ ഇത് അംഗീകരിച്ചു. രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്നാണ്? 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് 2023 ഡിസംബർ 25 രാഷ്ട്രപതി ഒപ്പുവെച്ചു. അപ്പോൾ പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നത് 2024 ജൂലൈ 1 മുതൽ. ആദ്യമായി അവതരിപ്പിച്ചത് 2023 ഓഗസ്റ്റ് 11 ആരാണ് അവതരിപ്പിച്ചത്? കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് അവതരിപ്പിച്ചത്. ലോക്സഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 20. രാജ്യസഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 21. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 ഡിസംബർ 25. പുതിയ അധ്യയന വർഷം മുതൽ 1ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി 6 വയസ്സ് ആയിരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. അപ്പോൾ ഇനി മുതൽ 1ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 6 വയസ്സാണ്. 6 വയസ്സാണ് പുതിയ നിയമപ്രകാരം 1ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി. അപ്പോൾ പുതിയ അധ്യയന വർഷം മുതൽ 1ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധിയായി 6 വയസ്സ് നിജപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ സ്ലൈഡ് ഒന്നുകൂടെ നോക്കാം. പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് 2024 ജൂലൈ 1 മുതലാണ്. അപ്പോൾ പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നതെന്നു മുതലാണ്? 2024 ജൂലൈ 1. ഇതിനെ എന്താണ് വിളിക്കുന്നത്? ഭാരതീയ ന്യായ സംഹിത എന്നാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ അറിയപ്പെടുന്നത്. ആദ്യമായി അവതരിപ്പിച്ചതെന്നാണ്? 2023 ഓഗസ്റ്റ് 11 ആരാണ് അവതരിപ്പിച്ചത്? അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ലോക്സഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 20. രാജ്യസഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 21. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 ഡിസംബർ 25. പുതിയ അധ്യയന വർഷം മുതൽ 1ാം ക്ലാസ് പ്രവേശനത്തിനുള്ള
കുറഞ്ഞ പ്രായപരിധി 6 വയസ്സ് ആക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. അപ്പോൾ പുതിയ അധ്യയന വർഷം മുതൽ 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 6 വയസ്സാണ് 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, തിരഞ്ഞെടുത്ത ആനുകാലികം എന്ന വീഡിയോയുടെ 1-ാമത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സഹായിക്കുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. അടുത്തൊരു നല്ല വീഡിയോയുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ.